അമേരിക്കയിൽ ശക്തമായ ചുഴലിക്കാറ്റിലും അതിനെ തുടർന്നുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 7 പേർ മരിച്ചതായി റിപ്പോർട്ട്. കൂടാതെ 7 സംസ്ഥാനങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമേരിക്കൻ സംസ്ഥാനമായ ടെന്നസിയിലും മിസോറിയയിലും ഇൻഡിയാനയിലുമാണ് ഇതുവരെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ ടെന്നസിയിൽ 5 മരണങ്ങളും മിസോറിയയിലെ കേപ്പ് ഗിരാൻഡു കൗണ്ടിയിലും ഇൻഡിയാനയിലെ ഓരോ മരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ടെന്നസിയിൽ വീട് തകർന്ന പിതാവും മകളുമാണ് മരിച്ചതെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇൻഡിയാനയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിന് മുകളിലൂടെ വാഹനം ഓടിച്ചതിനെ തുടർന്ന് ഷോക്കേറ്റ് ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ 30-ലധികം ചുഴലിക്കാറ്റുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. അതുകൂടാതെ കെട്ടിടങ്ങൾ തകർന്നതായും നിരവധി വാഹനങ്ങൾ മറിഞ്ഞു വീണതായും മരങ്ങൾ കടപുഴകിയതായും വ്യാപകമായ റിപ്പോർട്ടുകളുണ്ട്. 2 ലക്ഷത്തിലധികം വീടുകളിലേക്കുള്ള വൈദ്യുതി വിതരണവും നിലച്ചിട്ടുണ്ട്. തെരുവുകൾ വെള്ളത്തിൽ മുങ്ങുകയും ചെയ്ത അവസ്ഥയാണ്. ടെക്സാസ് മുതൽ ടെന്നസി വരെയുള്ള 7 സംസ്ഥാനങ്ങളിലായി 4 ദശലക്ഷം ആളുകൾക്കാണ് കാലാവസ്ഥാ പ്രവചന കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൂടാതെ മിസിസിപ്പിയിൽ 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 60-ലേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി സംസ്ഥാന അടിയന്തര മാനേജ്മെന്റ് ഏജൻസി അറിയിച്ചിട്ടുണ്ട്. മിസിസിപ്പിയിലെ ടെയിന്റ്, ടിപ്പ, ബോളിവർ കൗണ്ടികളിലാണ് വലിയ നാശനഷ്ടമുണ്ടായത്. ബെറ്റൻ കൗണ്ടിയിൽ എത്രത്തോളമാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്നുള്ള വിലയിരുത്തൽ തുടരുകയാണ്. അർക്കൻസാസ്, ഇല്ലിനോയിസ്, കെന്റക്കി, മിസിസിപ്പി, മിസോറി, ടെന്നസി എന്നീ 6 സംസ്ഥാനങ്ങളിലാണ് ശക്തമായ കൊടുങ്കാറ്റ് വീശുമെന്ന മുന്നറിയിപ്പുള്ളത്. നാളെ വരെ മോശം കാലാവസ്ഥ ആയിരിക്കും തുടരുകയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ചുഴലിക്കാറ്റുകൾ കാരണം ഗവർണർ ആൻഡി ബഷീർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിഡ് വെസ്റ്റ് മുതൽ മിഡ് സൗത്ത് വരെയുള്ള യുഎസിന്റെ വലിയൊരു ഭാഗത്ത് കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയതിനെ തുടർന്ന് 13 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. കൂടാതെ ബേസ്ബോളുകളുടെ വലുപ്പത്തിലാണ് മഞ്ഞുവീഴ്ച ഉണ്ടായിട്ടുള്ളത്. മഞ്ഞുകട്ടകൾ വീണ് വീടിന്റെ ജനാലകൾക്കും കാറുകളുടെ ചില്ലുകൾക്കും കേടുപാടുകൾ ഉണ്ടാവുകയും നിരവധി വീടുകളുടെ മേൽക്കൂരകൾ പറന്നു പോവുകയും ചെയ്തിരുന്നു. വാരാന്ത്യത്തിൽ യുഎസിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റും മഞ്ഞുവീഴ്ചയും ഉൾപ്പെടെയുള്ള പ്രതികൂലമായ കാലാവസ്ഥയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. ജനങ്ങളോട് വീടുകളിൽ തന്നെ കഴിയാനാണ് നിർദ്ദേശമുള്ളത്. കാലാവസ്ഥാ വ്യതിയാനം യുഎസിന്റെ കാലാവസ്ഥയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. നിരന്തരം ആവർത്തിക്കുന്ന കാട്ടുതീയും വെള്ളപ്പൊക്കവും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലമാണ് കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും കാരണമെന്ന് കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ക്ലൈമറ്റ് സെന്ററിലും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.